ക്യാൻവ ഉപയോഗിച്ച് പലതരത്തിലുള്ള ക്വാളിറ്റി പോസ്റ്റേഴ്സ് നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. എങ്ങനെ ഒരു പോസ്റ്റർ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ക്യാൻവ ഓപ്പൺ ആക്കുക. വലതുപക്ഷത്തെ ക്രിയേറ്റ് എ ഡിസൈനിൽ പോസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്താൽ പോസ്റ്ററിന് ആവശ്യമായിട്ടുള്ള സൈസുകൾ ലഭ്യമാകുന്നതാണ്. അതിലൊരു പോസ്റ്റർ സൈസ് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു ബ്ലാങ്ക് ഇമേജ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇടതുവശത്തെ ഡിസൈനിൽ ഞാനിപ്പോൾ വെബിനാർ എന്ന് സെർച്ച് ചെയ്യുകയാണ്. എനിക്ക് വെബിനാറിന് ആവശ്യമായിട്ടുള്ള പോസ്റ്റേഴ്സ് ആണ് ലഭിക്കേണ്ടത്. ഞാൻ അതിൽ നിന്ന് ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. ഈ ടെംപ്ലേറ്റ്സിൽ നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഞാനിവിടെ ടെംപ്ലേറ്റിൽ ലഭ്യമായ ടെക്സ്റ്റിൽ ഓൺലൈൻ വെബിനാർ കോൺഫറൻസ് എന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. പോസ്റ്റർ മേക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മുൻകൂട്ടി നിങ്ങളുടെ കണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പോസ്റ്ററുകൾ നിർമ്മിക്കാൻ പറ്റും. ഞാനിവിടെ ഓൺലൈൻ വെബിനാർ കോൺഫറൻസ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഞാൻ ഈ ഓൺലൈൻ വെബിനാർ കോൺഫറൻസ് എന്ന ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ക്യാൻവയിലെ ഓരോ എലമെൻസിലും ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നതിന് ഞാൻ കോപ്പി സ്റ്റൈൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി സ്റ്റൈൽ മറ്റൊന്നിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഈ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എലമെൻറ്റ് ലോക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനായി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോക്ക് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ ടെക്സ്റ്റ് ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഇതിൽ കാണുന്ന ഇമേജും ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്ററിന് അനുയോജ്യമായിട്ടുള്ള ഇമേജുകളും അതുപോലെ തന്നെ എലമെൻസും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇനി ഒരു എലമെൻ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായി ലൈൻ എന്ന് സെർച്ച് ചെയ്തു. ഇപ്പോൾ നമുക്ക് ധാരാളം ലൈൻ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഞാൻ അതിൽ ഒരു ലൈൻ ചൂസ് ചെയ്യുകയും അത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഞാനിവിടെ ഈ ഒരു രീതിയിൽ ഈ ലൈനിനെ പ്ലേസ് ചെയ്യുകയാണ്. പോസ്റ്ററിൽ എപ്പോഴും കളർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലോഗോയ്ക്ക് അനുസൃതമായോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് അനുസൃതമായോ ഒക്കെ കളർ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഞാൻ എലമെൻറ്റ്സ് തന്നെ ക്ലിക്ക് ചെയ്ത് അതിൽ ഫോട്ടോ ഫ്രെയിം എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. ആളുകളുടെ ഫോട്ടോ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. വിവിധ രീതിയിലുള്ള ഫ്രെയിംസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഞാനൊരു റൗണ്ട് ഫ്രെയിമാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഈ ഫ്രെയിമിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിനി എലമെൻസിൽ തന്നെ ഒരാളുടെ ഫോട്ടോ സെർച്ച് ചെയ്യുകയാണ്. ഇതൊരു ഉദാഹരണത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒറിജിനൽ ഫോട്ടോസ് യൂസ് ചെയ്യാൻ അപ്ലോഡ് ഓപ്ഷനിൽ പോയി നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് ഫോട്ടോ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്തു. ഇനി എലമെൻസിൽ നിന്ന് ലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പോസ്റ്ററിന് അനുയോജ്യമായ രീതിയിൽ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഫോട്ടോ ഫ്രെയിമുമായി കണക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ലൈൻ ഷേപ്പ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ടെക്സ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്.
ഈ ഒരു എലമെൻറ്റ് ഞാൻ ഗ്രൂപ്പ് ചെയ്ത് താഴോട്ടേക്ക് പ്ലേസ് ചെയ്യുകയാണ്. ഇവിടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് എലമെൻറ്റ് ഒരുമിച്ച് വരുന്നതായി കാണാം. അതുകൊണ്ട് ഞാൻ മുകളിലത്തെ ചിത്രം ലോക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഗ്രൂപ്പ് ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായി കാണാം. നിങ്ങൾക്ക് പോസ്റ്ററുകൾ ശ്രദ്ധിച്ചാൽ പല രീതിയിലുള്ള ഷേപ്പുകൾ പോസ്റ്ററുകളിൽ കാണാവുന്നതാണ്. ഞാനിവിടെ വേവ് ഷേപ്പ് എന്ന് എലമെൻസിൽ സെർച്ച് ചെയ്യുകയാണ്. എൻ്റെ പോസ്റ്ററിന് ചില ഷേപ്പുകൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ എലമെൻറ്റ് സെലക്ട് ചെയ്യുകയാണ്. പോസ്റ്ററിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇത്തരത്തിലുള്ള എലമെൻറ്റ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാനിനി ഒരു എലമെൻറ്റ് കൂടി സെലക്ട് ചെയ്യുകയാണ്. എനിക്ക് ഈ പോസ്റ്ററിന് മറ്റൊരു കളർ കൂടി ആവശ്യമുണ്ട്. ഞാനിവിടെ ബ്ലൂ കളർ എലമെൻറ്റ് കൂടി സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏതൊരു എലമെൻറ്റും പോസ്റ്ററിൻ്റെ ഭംഗിക്കനുസരിച്ച് പ്ലേസ് ചെയ്യാവുന്നതാണ്. ധാരാളം എലമെൻസുകൾ യൂസ് ചെയ്യുന്നത് പോസ്റ്ററിൻ്റെ ഭംഗി കുറയ്ക്കുന്നതിന് കാരണമാവും. പോസ്റ്റർ എപ്പോഴും സിമ്പിളായി വെക്കാൻ ശ്രമിക്കുക. ഞാൻ ഓരോ എലമെൻസും മൂവ് ചെയ്യുകയാണ്. ഈ ഒരു ലൈൻ ഓപ്ഷൻ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അതിനായി ലൈൻ എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ അമർത്താവുന്നതാണ്. ഞാനിനി അപ്ലോഡ്സിൽ നിന്ന് ഒരു ലോഗോ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ ലോഗോ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ മുകളിലായോ താഴെയായോ പ്ലേസ് ചെയ്യാവുന്നതാണ്. ലോഗോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ എലമെൻസിൽ ആവശ്യമായ ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പല രീതിയിൽ ഡിസൈനുകൾ നിർമ്മിക്കാവുന്നതാണ്. ടെംപ്ലേറ്റ്സുകളിൽ വലിയ ചേഞ്ചസ് വരുത്താതെ തന്നെ ഡിസൈനുകൾ നിർമ്മിക്കാം. ടെംപ്ലേറ്റ്സുകളിൽ കളറടക്കം ഡിഫറെൻറ്റ് രീതിയിൽ ചേഞ്ചസ് വരുത്തിയും നിങ്ങൾക്ക് ഡിസൈനുകൾ നിർമ്മിക്കാം. ഈ ഒരു പോസ്റ്റർ ഞാനിനി സേവ് ചെയ്യാൻ പോവുകയാണ്. അതിന് റൈറ്റ് സൈഡിൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡൗൺലോഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ PNG ഫോർമാറ്റിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. എങ്ങനെ നമുക്കൊരു പോസ്റ്റർ നിർമ്മിക്കാം എന്നതാണ് ഇന്ന് പഠിച്ചത്. Thank you for listening and see you in the next video.